ബിഗ് ബോസ് സീസൺ 6 നടക്കുന്ന പല തട്ടിപ്പുകളും അഖിൽ മാരാർ ഇന്നലെ ഓപ്പൺ ആയിട്ട് ലൈവിൽ തുറന്നു പറഞ്ഞു. ഒത്തിരി പേര് ആ വീഡിയോസ് എടുത്ത് അയച്ചു തന്നു. എന്താണിത്, സത്യമാണോ, ഇത് ഇങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ഇനി എങ്ങനെയാണ് ബിഗ് ബോസിൽ പോകുന്നത്? ഡ്രഗ്സ് കൊടുത്ത് ഒരാളെ പ്രാന്തനാക്കാൻ നോക്കി, സിബിനെ പ്രാന്തനാക്കാൻ നോക്കി. ഏഷ്യാനെറ്റിനകത്ത് ഉള്ള 2 പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് തലപ്പത്തിരിക്കുന്നവർ ഇത് ചെയ്തത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അതിനോട് എനിക്ക് പറയാനുള്ളത്? അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും എന്താണ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മാരാർ ഇന്നലെ പറഞ്ഞത് ബിഗ് ബോസിനകത്ത് ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തുള്ള 2 പേരെ കുറിച്ചാണ്. ബിഗ് ബോസ് അവിടെ പ്രശ്നമുണ്ടെന്നോ ഏഷ്യാനെറ്റ് പ്രശ്നമുണ്ടെന്നോ ഉള്ള കാര്യമല്ല മാരാർ പറഞ്ഞത്. ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തുള്ള 2 പേര് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലരെയും ഉപയോഗിക്കുന്നു. എനിക്കതിന് മനസ്സിലായ സംഭവം, ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുന്ന പലരെയും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് ബിഗ് ബോസിലേക്ക് അവർക്ക് സെലക്ഷൻ കൊടുക്കുന്നു എന്നുള്ള ഒരു ലെവലിലാണ് മാരാർ അതിനകത്ത് സംസാരിച്ചത്. ഓക്കെ, ഫൈൻ, ആയിരിക്കാം, നമുക്കറിയില്ല, ആയില്ലായിരിക്കാം, അറിയത്തില്ല, അതവിടെ ഇരുന്നോട്ടെ. അതിന് പുറമെയായിട്ട് ഇന്നലെ മാരാർ പൊട്ടിച്ച ഒരു സൂപ്പർ ബോംബായിരുന്നു. സിബിനെ പ്രാന്തനാക്കാൻ വേണ്ടി, അത്രയും ജനപിന്തുണയുള്ള ഒരാളെ നെഗറ്റീവ് ആക്കാനും അയാളെ പ്രാന്തനാക്കാനും വേണ്ടി ഡ്രഗ്സ് കൊടുക്കാൻ നോക്കി, ഡ്രഗ്സ് കൊടുക്കാനായിട്ട് നോക്കിയെന്ന് മാരാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചൊന്നും എനിക്കൊരു അറിവില്ല എങ്കിൽ കൂടിയും അഖിൽ മാരാർ പറഞ്ഞ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസം ഏഷ്യാനെറ്റും എൻ്റെ മോൾ ഷൈനും കൂടി ഒരു അടി നടക്കുകയും ഒരു വഴക്കം നടക്കുകയും ഒരു മീറ്റിംഗ് കൂടുകയും ചെയ്തു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞതാണ്. നിങ്ങളോട് അതേ ദിവസം ഞാൻ വന്ന് വീഡിയോ ഇട്ടിട്ട് പറഞ്ഞതുമാണ്. ഇതുപോലെ സിബിൻ്റെ കേസിൽ നിങ്ങൾ ആ വീഡിയോ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏതാണ്ട് കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. സിബിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിനകത്ത് എന്താണെന്നറിയില്ല, ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തീരുമാനമാവത്തുള്ളൂ. എന്നിട്ട് ഞാൻ രണ്ടാമതൊരു വീഡിയോ ഇട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോൾ ഷൈനും ഏഷ്യാനെറ്റോട് എന്തോ വഴക്കുണ്ട്, സിബിൻ്റെ പേരിലാണ് ആ വഴക്കെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിനുശേഷം ഞാൻ പറഞ്ഞു ഹാഫിസ് സാറുമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് ഈ ഞാൻ പറഞ്ഞ ഈ സംഭവത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് സിബിൻ എയർപോർട്ടിൽ വരുന്നതും സിബിനും പറയുന്നുണ്ട് ഞാൻ പുറത്തായതല്ല, എന്നെ പുറത്താക്കിയതാണ്, എൻ്റെ താല്പര്യപ്രകാരം ഞാൻ ഔട്ടായതല്ല, എന്നെ ഔട്ടാക്കിയതാണ്. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്ത ദിവസം സിബിൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടായി. സാറ്റർഡേയിലത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം സൺഡേയിലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള കുറച്ച് സമയമുണ്ട്, ഇതിനിടയ്ക്ക് കുറച്ച് സംഭവങ്ങൾ നടന്നു. അതുമാത്രമല്ല, ഞാൻ ഹോട്ടൽ റൂമിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി രണ്ടാമത് വിളിക്കാൻ കൊണ്ടുപോയ സമയത്ത് കുറച്ച് കാര്യങ്ങൾ നടന്നു. അത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് കോൺഫിഡൻഷ്യലാണ്. പക്ഷേ അത് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാനത് പറയും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതേ മാരാറും വന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങോട്ട് കൂടുതൽ ഇത് ഏതുവരെ പോകുന്നു നോക്കട്ടെ, പോയി കഴിഞ്ഞാൽ ഞാൻ സത്യങ്ങളൊക്കെ പറയും, കോൺട്രാക്റ്റ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് എല്ലാം ഒന്നും ഇങ്ങനെ അടക്കി പിടിച്ച് ഇരിക്കാൻ പറ്റത്തില്ല, എന്തായി കഴിഞ്ഞാൽ തുറന്ന് പറയുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണിത്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് സത്യാവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ബിഗ് ബോസിലേക്ക് എന്ത് വിശ്വസിച്ചാണ് ഓരോ കണ്ടസ്റ്റൻറ്റും പോകുന്നത്, അല്ലെങ്കിൽ ഓരോ മത്സരാർത്ഥികളായിട്ട് നമ്മൾ എങ്ങനെ പോകും? ഈ പറയുന്ന പോലെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഇതിനകത്ത് ഡ്രഗ്സ് വരെ കൊടുത്ത് ഒരാളെ ഇങ്ങനെ ആക്കാൻ കണക്കിനാണെങ്കിൽ എങ്ങനെ നമ്മളൊരു ഷോക്കകത്ത് പോയി ഇന്ന് പെർഫോം ചെയ്യും? വളരെ വ്യക്തമായിട്ട് അഖിൽ മാരാർ എടുത്ത് പറയുന്നുണ്ട്, സീസൺ 1 സാബു വിജയിക്കില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അവസാനം അവർ നോക്കി, വോട്ട് ഉള്ള ആളെ മാക്സിമം അവർ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്താക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജാവാവുന്ന ആൾക്കാരെ പുറത്താക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ള ലെവലിലാണ് മാരാർ സംസാരിച്ചത്. ഓക്കെ, നമുക്കറിയാം റോബിൻ്റെ സീസണിൽ എന്താണ് നടന്നത്, ഡോക്ടർ രജിത് കുമാറിൻ്റെ സീസണിൽ എന്താണ് നടന്നത്, DFKയുടെ സീസണിൽ എന്താണ് നടന്നത്, അഖിൽ മാരാരുടെ സീസണിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത് എന്നെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെയും പുറത്താക്കാൻ നോക്കി എന്ന് അഖിൽ മാരാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നടന്നില്ല. കാരണം ഇതിൻ്റെ അവസാനം വോട്ടിംഗ് എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വോട്ടിങ്ങിന് ഒരു മായവും കാണിക്കാൻ പറ്റത്തില്ല. വോട്ടിങ് ഒരു ഏജൻസി എന്തോ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏജൻസി വെച്ചിട്ട് അവർ പറയും അത് വോട്ടിങ് തീരുമാനം നടത്താനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ വോട്ടിങ്ങിൻ്റെ പുറമെയായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, ഷോയ്ക്ക് ഇനി എത്ര സ്ക്രിപ്റ്റഡ് അല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുദ്ദേശിക്കുന്ന ഒരു കഥയുണ്ട്. ബിഗ് ബോസ് സീസൺ 6
പവർ റൂം, ഡെന്ന്, നെസ്റ്റ്, ടണല്. പവർ റൂമിൽ ആരൊക്കെ വരുന്നോ അവർ സേഫാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് താല്പര്യമുള്ള ആൾക്കാരെ ഏതെങ്കിലും അവർക്ക് ജയിക്കാൻ വരുന്ന ടാസ്കുകൾ അങ്ങനെ എല്ലാം കൊടുത്ത് അതിനകത്ത് സേഫ് ആക്കാം. അപ്പോൾ ഈ ഒരു ഷോയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഔട്ട്ലൈൻ ഉണ്ട്. അവർ വിചാരിക്കുന്നിടത്ത് നമ്മൾ വിചാരിക്കുന്നത് ഒരിക്കലും സ്ക്രിപ്റ്റ് ഇല്ലാന്ന്. പക്ഷേ പല കണ്ടസ്റ്റൻസും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ശരിക്കും കളിക്കുന്നത് നമ്മളല്ല, ബിഗ് ബോസ് തന്നെയാണ് ശരിക്കും കളിക്കുന്നത്. കാരണം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുമ്പം ആ ടാസ്ക് എവിടെ തുടങ്ങി എവിടെ എത്തുമെന്ന് ബിഗ് ബോസിന് വ്യക്തമായിട്ട് അറിയാം, അതിൻ്റെ മേക്കേഴ്സിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇതിനൊരു ഔട്ട്ലൈൻ ഉണ്ട്. 1-ാമത്തെ ദിവസം ഷോ തുടങ്ങി 100-ാമത്തെ ദിവസം ഷോ എവിടെ എത്തും എന്നൊരു ഔട്ട്ലൈൻ ഈ ഷോയ്ക്ക് ഉണ്ട്. ആ ഷോയുടെ ഔട്ട്ലൈൻ എപ്പോഴും ശരിയാവണമെന്നില്ല. കണ്ടസ്റ്റൻസിൻ്റെ ബുദ്ധിയും അവരുടെ വിവേകവും വെച്ച് ഇതിനകത്ത് പല ട്വിസ്റ്റുകളും നടക്കും. അപ്പോഴാണ് പലതും പല രീതിയിലായിട്ട് മാറി മറിയുന്നത്. എത്രയോ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ റീസെൻ്റായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ജാൻമണി എന്തുകൊണ്ട് പവർ ടീമിൻ്റെ ഒരു ബാഡ്ജ് ശ്രീരേഖയ്ക്ക് കൊടുത്തു. അത് ജാൻമണി സ്റ്റേജിൽ വന്ന് കൊടുക്കേണ്ടിയിരുന്നത് ഋഷിക്കോ അൻസിബയ്ക്കോ അല്ലേ? കാരണം അവരടുത്ത് രണ്ടുപേരടുത്തുമാണ് ജാൻമണിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. അവർക്ക് രണ്ടുപേർ അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് അല്ലേ കൊടുക്കേണ്ടത്? എന്തുകൊണ്ടത് ശ്രീരേഖയ്ക്ക് കൊടുത്തു? അപ്പോൾ ഇതുപോലെയുള്ള അപ്പം അത് നോർമലി വേണമെങ്കിൽ ആ ഒരു ചോദ്യം ഒഴിവാക്കാമായിരുന്നു. കാരണം ജാൻമണിക്കുള്ള ആ ഒരു പവർ ബാഡ്ജ് കഴിഞ്ഞ പ്രാവശ്യം പവർ ബാഡ്ജ് ഉള്ളവരൊക്കെ എവിക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്ക് കൊടുക്കുന്നു എന്നൊരു ചോദ്യം വന്നിട്ടില്ല. പക്ഷേ ജാൻമണി എവിക്റ്റ് ആയി പോയ സമയത്ത് അങ്ങനെ ഒരു ചോദ്യം വന്നു. കാരണം ഒരാളെ കൂടി അവിടെ സേഫ് ആക്കാൻ പറ്റിയൊരവസരമാണ്. ഈ പവർ ബാഡ്ജ് ആരുടെ കയ്യിൽ കിട്ടുന്നോ അവർ സേഫായി എവിടെ കയറും? പവർ റൂമിൽ കയറും. അപ്പം അത് ശ്രീരേഖയുടെ പേര് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ശ്രീരേഖയുടെ പേര് പറയണമെന്ന് പറഞ്ഞതാണോ എന്ന് ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ഷോയ്ക്കകത്ത് ഔട്ട്ലൈനായിട്ട് നടക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. ഞാൻ ഒത്തിരി പേര് പറയുന്നുണ്ട്, നിങ്ങൾ ബിഗ് ബോസിനെ തലയെ ചുവന്ന് നടക്കുമല്ലേ, അതിനകത്ത് ഒന്നും നടക്കുന്നില്ല, ഒരു സ്ക്രിപ്റ്റും ഇല്ല എന്നെല്ലാം പറയുന്നവരോട് എനിക്ക് പറയുന്നത്, അത് സ്ക്രിപ്റ്റ് ആണെന്ന് പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനൊരു ഔട്ട്ലൈൻ ഉണ്ട്. അത് എങ്ങനെ പോകണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ഷോ അവർ അതിനകത്ത് നടക്കുന്ന ഓരോ ഞാൻ ചോദിക്കട്ടെ, ലവ് കോംബോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യവും അവർ കുറച്ച് ആൾക്കാരെ എടുക്കും. അപ്പോൾ ഷോയ്ക്ക് ഒരു ഔട്ട്ലൈൻ ഇല്ലാത്തതുകൊണ്ടാണോ? അവർക്ക് ഷോയ്ക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ട്. നമ്മുടെ ബിഗ് ബോസ് വീടെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കാനുള്ള കാര്യം, ഒരേ ലെവൽ ആൾക്കാരല്ല അതിനകത്ത് വരുന്നത്. അതിനകത്തൊരു അച്ഛൻ കാണും, ഒരു അമ്മ കാണും, ഒരു കാരണവർ പോലത്തെ ഒരാൾ കാണും, ഒരു ലവർ കോംബോ കാണും, ഒട്ടും പറഞ്ഞാൽ കേൾക്കാത്ത ഒരാൾ കാണും, നിഷ്കളങ്കനായിട്ടുള്ള ഒരാൾ കാണും, ഇല്ലേ? എല്ലാ പ്രാവശ്യത്തെ സീസണുകളിലും നിങ്ങൾ എടുത്ത് നോക്കൂ. അവരുടെ കാറ്റഗറീസ് അല്ല, സീരിയൽ, സിനിമ, സിംഗർ, ഡാൻസർ, അതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ ആരൊക്കെയാണോ താമസിക്കുന്നത് അതുപോലത്തെ ആൾക്കാരായിരിക്കും അതിനകത്ത് അവർ കൊണ്ടുവരുന്നത്. കുശുമ്പ് പിടിച്ച ഒരു അമ്മായി പോലെ, ഒരു ഏഷണിക്കാരി പോലെ, ഒരു പരദൂഷണക്കാരി പോലെ, എല്ലാവരുടെ അടിയിൽ നിന്ന് പണിയും പോലെ, അല്ലേ? എല്ലാ സീസണുകളിലും നമ്മൾ കാണുന്ന സാധനങ്ങൾ തന്നെയാണിത്. അപ്പം ഷോയ്ക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ട്. അത് യഥാർത്ഥ കാര്യം തന്നെയാണ്. പിന്നെ മാരാർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഷോയ്ക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നടന്നതാണോ അല്ലേ എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നില്ല. അതിനകത്ത് നടക്കുന്നതാണ്. എനിക്ക് അതിനെക്കുറിച്ച് പേഴ്സണലി ഒരു അറിവില്ല കേട്ടോ. അതിനകത്ത് നടക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. മാരാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇത്രയും വലിയ ഒരു തെറ്റ് ഈ ഷോയ്ക്കകത്ത് നടക്കുന്നുണ്ടെങ്കിൽ സിബിനെ പോലെയുള്ള, സിബിനെ നല്ല ആരായാലും ഒരാളെ ഇതുപോലെ ഡ്രഗ്സ് കൊടുത്ത് പ്രാന്തനാക്കാനായിട്ട് അവിടെ 2 പേര് ഡിസ്കസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അവരെ സമൂഹത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരണം. കാരണം ഞാൻ റിവ്യൂ ചെയ്യാനിരിക്കുന്ന ഒരാളാണ്, ശരിയാണ്. പക്ഷേ ഇങ്ങനെ ഉള്ള 2 പേരെ അതിനകത്തുണ്ടെങ്കിൽ അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബിഗ് ബോസിലേക്ക് വിശ്വസിച്ച് പോകുന്ന, ഇനി രാജാവാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ട് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള മറ്റൊരു കണ്ടസ്റ്റന്റിന് എന്തുകൊണ്ട് ഈ ഒരു ഗതി വന്നുകൂടാ? സോ മാരാർ ഈ വീഡിയോ ആണ്, മാരാർ ഇത് തുറന്ന്, മാരാർക്ക് അത്രയും ധൈര്യം ഉണ്ടെന്ന് മാരാർ പറഞ്ഞു, പേടിയില്ല എന്ന് പറഞ്ഞു, ഓക്കെ. പക്ഷേ ഞാൻ അതിൻ്റെ മാരാർ ഇട്ട ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. മാരാർ ഇന്നലെ ആ വീഡിയോ ഇട്ട് കുറേ സമയം ആ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്തിയില്ല. സീസൺ 5 കണ്ടസ്റ്റൻസ് ആരും സപ്പോർട്ട് ചെയ്ത് എത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും ഇപ്പോഴും മാരാറിനെ സപ്പോർട്ടായിട്ട് മാരാർ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മാരാർ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഷോയ്ക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇത്രത്തോളം ഇതിനകത്ത് വാസ്തവമുണ്ട് എന്ന് നമുക്ക് ചൂഴ്ന്ന് നോക്കാനായിട്ട് പറ്റത്തില്ല. ചൂഴ്ന്ന് നോക്കാനായിട്ട് പറ്റുന്നത് നമ്മൾ ഷോയ്ക്കകത്ത് ഷോയ്ക്കകത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് നമുക്കിത് എത്രത്തോളം ഇത് വാസ്തവമുണ്ട്, ഇത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഈ ഷോയ്ക്ക് ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഔട്ട്ലൈൻ ഉണ്ട്. എങ്ങനെ ഈ ഷോ പോകണമെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ മേക്കേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഷോ മുന്നോട്ട് അവർ വിചാരിക്കും പോലെ ഒത്തിരി മുന്നോട്ട് ബഹുദൂരം പോകുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്.
കമൻസ് ലോഡിങ് ആവുന്നതേ ഉള്ളൂ, ലോഡിങ് ആവട്ടെ. കുറച്ച് ഇപ്പോൾ 1-2 പേര് സപ്പോർട്ടായിട്ട് സീസൺ 5 മത്സരാർത്ഥികളായിട്ടുള്ള 1-2 പേര് സപ്പോർട്ടായിട്ട് എത്തിയിട്ടുണ്ട്. 1-2 പേര്, ബാക്കി ആരും സപ്പോർട്ടായിട്ട് എത്തിയിട്ടില്ല. ഞാനിപ്പോൾ നോക്കിയപ്പോൾ സെറീനയുടെയും വിഷ്ണുവിൻ്റെയും 2 കമൻറ്റ് കാണുന്നുണ്ട്. അപ്പം അവർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. പക്ഷേ വേറെ ആരും സീസൺ 5 ബാക്കി മത്സരാർത്ഥികളൊക്കെ എവിടെ പോയി? മാരാർ പറഞ്ഞ പോലെ മാരാർക്ക് ഒരു പേടിയില്ല എന്ന് മാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ സെറീന കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വിഷ്ണു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു ജോഷി സെറീന ബ്ലൂ ടിക്ക് കാണാം നിങ്ങൾക്ക്. അല്ലാതെ വേറെ സീസൺ 5 ആരും അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടില്ല. അസീറോക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ അതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ മാരാർക്ക് സപ്പോർട്ടായിട്ട് ആകെ 2 പേരെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ എവിടെ? അതാണ് മാരാർ പറയുന്നത്. കുറേ പേര് ഇത് പറയത്തില്ല. ബാക്കി മാരാർ ഇടുന്ന വീഡിയോസിനൊക്കെ അവർ കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഈ വീഡിയോക്ക് എന്തുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നില്ല? ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്ത് പലർക്കും അറിയാം. പക്ഷെ ആരും എന്ത് ചെയ്യുന്നില്ല, അവരുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് ആരും തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഇത് എവിടെ വരെ പോകും, എവിടെ വരെ എത്തും എന്നുള്ളത് മാരാർക്കേ അറിയാവൂ എന്നുള്ള സത്യം. ആരൊക്കെയാണെന്നുള്ളത് മാരാർ തന്നെ വന്ന് തുറന്ന് പറയാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇത്തിരി സമയമെടുത്ത് ഇന്ന് രാവിലെ വന്ന് പറയാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്. എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയാണ്. ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.